സുധാകരന്റെ ലീഡ് 16,173. പത്തനംതിട്ടയിലെ ആകെ LDF സീറ്റായ കോന്നിയിൽ LDF ലീഡ് റേസർ 830 കുറഞ്ഞു. അതും കൈവിടുവാണോ സംശയം ഉണ്ടോ കേട്ടോ? അതും കൈവിടുവാണോ? അടി പതറുവോ സംശയം ഇല്ലാതില്ല. കലക്ടർ മൈൻ ഹജി വിജയം പ്രഖ്യാപിക്കുന്നു. DM ശശി 8,553 വോട്ടുകൾക്ക് മുന്നിലാണ്. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥിയാണ്. കാസർഗോഡ് കലക്ടർ വിജയ പ്രഖ്യാപനം. An important announcement for you. 24 International brings you real-time updates from all 5 state assemblies. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. You can watch 24 International. എല്ലാ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നിന്നുള്ള latest updates are coming. എല്ലാ സാധനമുണ്ട്. Yeah, in 24 International. This is a YouTube channel. You can enjoy. കല്ലട്ര മാഗിൻ ഗാജി രണ്ടാമത്തെ വിജയ പ്രഖ്യാപനം. ജയിച്ചു. കല്ലട്ര മാഗിൻ ഗാജി നിയുക്ത MLA കല്ലട്ര മാഗിൻ ഗാജി. കല്ലട്ര ജയിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആയിരുന്നു. കല്ലട്രയ്ക്ക് 23,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. ജയിച്ചു കഴിഞ്ഞു. ചേലക്കരയ്ക്ക് ശേഷം കാസർഗോഡ് ജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആഷ്മി പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണൂ. VD സതീശന്റെ മാജിക് നമ്പർ 100 UDF-ന്. LDF 37. ഇതാരും പറഞ്ഞിട്ടില്ല. സാറേ ഒരു കാര്യം വായിച്ചോട്ടെ. വേറെ അർത്ഥത്തിലാണ് തങ്ങൾ പറയാണ്. അതായത് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചത് ഹൈക്കമാൻഡ് ആയിരുന്നു. ആ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയത്. അപ്പൊ ലീഗിന്റെ ആഗ്രഹം എന്താണെന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രി വിഷയത്തെ കാര്യത്തിൽ. അവരെന്തോ ആയിക്കോട്ടെ. വിജയിക്ക് 51 വയസ്സുണ്ടെന്നൊരു പ്രേക്ഷകൻ തിരുത്തുന്നു. യു ആർ കറക്റ്റ്. 50 പറയും. എനിക്ക് 51 ആയിട്ട് 15 കൊല്ലമായിരുന്നു. ഓക്കെ, റെഡി. ഇവിടെ ലീഡിംഗ് എത്രയായി? വിജയുടെ ലീഡ് കുറയുന്നു. 105-ലേക്ക് താന്നു. MK സ്റ്റാലിൻ 66, എടപ്പാടി പളനിസ്വാമി 63. രണ്ടാം സ്ഥാനത്ത് MK സ്റ്റാലിൻ ഉണ്ട്. ഇപ്പോ എന്ത് നാണക്കേടാ സ്റ്റാലിനൊക്കെ രണ്ടാം സ്ഥാനത്തോട്ട് വിജയ്ക്ക് വേണ്ടി പോകുന്ന എന്തൊരു നാണക്കേടാണ്. 50-കാരൻ ഒരു പയ്യനെന്ന് വിളിച്ചാള്, വെറും നടന്ന് വിളിച്ചാള്. NDAക്ക് 3 സ്ഥലത്ത് ലീഡുണ്ട്. എവിടെയൊക്കെയാണ് 3 സ്ഥലം? തലൈത്തമ്പി, നോർത്ത് പോയിന്റ്. എവിടെയൊക്കെയാണ് 3 സ്ഥലങ്ങൾ? 3 സ്ഥലങ്ങൾ NDA ലീഡ് ചെയ്യും. ഒന്ന് നിയമം, ഒന്ന് തിരുവനന്തപുരം സെൻട്രൽ. ഇപ്പോ തിരുവനന്തപുരം സെൻട്രൽ, ചാത്തന്നൂർ, നേമം, ട്രിവാൻഡ്രം സെൻട്രൽ. നേമം സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലം. തിരുവനന്തപുരം സെൻട്രൽ, നേമം, ചാത്തന്നൂർ. ഇത് അവിടെ നമ്മുടെ ഈ ബേപ്പൂര് റിയാസിന് ആകെ ലീഡ് കിട്ടിയത് ബേപ്പൂര് മാത്രമേ ഉള്ളൂ കേട്ടോ. റിയാസിന് കഴിയുന്ന ലീഡ് നേടാനായിട്ടില്ല. ജയിക്കുമായിരിക്കും, പക്ഷേ എന്ന് പറഞ്ഞാൽ PV Anwar ശക്തമായ മത്സരം കൊടുത്തു. 80,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. ജയിക്കുമെന്ന് പറഞ്ഞ ആളാണ്. 51,813 വോട്ടിന്റെ ലീഡുമായി പുതുപ്പള്ളിയിൽ നിന്ന് സിംഹഗർജനം. ചാണ്ടി ഉമ്മൻ സൈക്കിളിൽ 1 പൈസ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചെലവാക്കാതെ എല്ലാം ഒരു സൈക്കിളിൽ ഒതുക്കിയ മഹാനുഭാവൻ. ചാണ്ടി ഉമ്മന്റെ ലീഡ് 51,000 കടക്കുന്നു. പോസ്റ്ററില്ല, ബാനറില്ല, ഫ്ലെക്സ് ബോർഡില്ല. ആകെയുള്ളത് ഒരു കായബലം. കുട്ടിക്കലാശമില്ല, DJ പാർട്ടിയില്ല, 1 പൈസ ചെലവില്ല. ആകെയുള്ള സൈക്കിൾ. ഇതാണ് മോഡൽ. ദിസ് ഈസ് ദ മോഡൽ. പുതുപ്പള്ളി മോഡൽ. അടുത്ത ഇലക്ഷനിൽ ധൈര്യം ഉണ്ടെങ്കിൽ അവലംബിക്കും. ഉറപ്പായും 24 സ്ഥാനത്തോടെ നിൽക്കുന്നില്ല. ഇല്ല, വേണ്ട. ലീഡ് 9,269, 10,000-തോട് അടുക്കുന്നുണ്ട്. കല്ലട്ര മാഗിൻ ഗാജി ഇപ്പൊ സ്ക്രീനിൽ കാണുന്നു. 20,752 വോട്ടുകൾക്ക്. ഈ കല്ലട്ര വിജയിക്കുമ്പോ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മുടെ ഒരു കുടുംബാംഗമാണ്. ബന്ധം ഞാൻ പറയത്തില്ല, അത് സീക്രട്ടാ. കണ്ടുപിടിക്കുന്നു. നമ്മുടെ കുടുംബാംഗമാണ് കാര്യം. SKN പോയിട്ട് യാത്ര നടത്തിയപ്പോഴും ആഷ്മി പുട്ടടിച്ച ഓർമ്മയുണ്ട്. വീട്ടിലാ പുട്ടടിച്ചു. പ്രേംകുമാർ ജയിച്ചു. ആദ്യം 26,910 വോട്ടുകൾക്ക് അവിടെ പ്രേംകുമാർ ജയിക്കുന്നു. SK ഇവിടെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ വിധിയെഴുത്തുന്ന ആദ്യ പ്രതികരണം PK ഫിറോസ് വരുന്നുണ്ട്. ഇനിയിപ്പോ രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ വരവാണ്.
കടുത്ത പ്രതികരണങ്ങൾ ഉണ്ടാവും. അങ്ങോട്ട് ആഷ്മി, ഒരു ഖേദപൂർവ്വം ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഈ ബോട്ടും കപ്പലും ഒക്കെ ഇറക്കുന്ന ആൾക്കാര് ബഹദൂരും 24 പിന്നി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കപ്പലുകളും ബോട്ടുകളും മറിഞ്ഞ് 24 മുന്നിൽ കയറിയിരിക്കുകയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന പ്രേക്ഷകരുമായി 24 മുന്നിൽ മത്സരിക്കാൻ അതായത് നേരും നെറിയും തെരഞ്ഞെടുപ്പും കിടക്കും, യൂട്യൂബും അപ്പുറം കിടക്കും. കള്ളവില്ല, മായവില്ല, മന്ത്രവില്ല, വ്യാജവില്ല, ബോട്ടില്ല. മാത്രമല്ല ഈ ഗൂഗിൾ കമ്പനി, അതായത് യൂട്യൂബിൽ ഈ ബോട്ടടിച്ച് കയറുന്നത് കണ്ടോണ്ടിരിക്കുമ്പോഴേ പറയാ എന്തിനാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? അന്നാ ഉളുപ്പില്ല, അങ്ങനെ ഉളുപ്പ്. മൂന്നാം ജയമാലാട് സൗകര്യം അപ്പോഴേ ഉളുപ്പ് വേണ്ടേ? ഉളുപ്പില്ല, ഒരു കരിമ്പില്ല. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. ആരത്തൂരിൽ TM ശശി 8553 വോട്ടുകൾക്ക് മുന്നിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.